പേരാവൂർ മണത്തണയിലെ റോഡിൽ രൂപപ്പെട്ട ഭീമൻ കുഴി നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്നു. റോഡിന്റെ പകുതിയോളം വലിപ്പത്തിലാണ് കുഴി രൂപപ്പെട്ട് കിടക്കുന്നത്. റോഡ് എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മണത്തണ ആയോത്തുംചാൽ റോഡിലെ ഭീമൻ കുഴി വാഹനയാത്രക്കാർക്കും നാട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. റോഡ് ടാറിംഗ് കഴിഞ്ഞ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഭാഗത്ത് കുഴി രൂപപ്പെട്ടിരുന്നു. നിലവിൽ റോഡിന്റെ പകുതിയോളം വലിപ്പത്തിലാണ് കുഴിയുള്ളത്. വളവിൽ കുഴി രൂപപ്പെട്ടതിനാൽ വാഹനയാത്രക്കാർ രാത്രികാലങ്ങളിൽ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നതും പതിവ് കാഴ്ചയാണ്. ആ കുഴി കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ചെറിയ വണ്ടിക്കാർക്ക് വീണ് തെറിച്ചുപോയി. എന്തോ ഭാഗ്യം കൊണ്ട് ആർക്കും ഒരു മരണവും സംഭവിക്കില്ല. അങ്ങനെ അത്തരത്തിലുള്ളൊരു കുഴിയാണ്. എല്ലാ കാലത്തും റോഡ് നന്നാക്കുന്നു, ഒരാഴ്ച കൊണ്ട് കുഴി രൂപപ്പെടും. പിന്നീട് ആ കുഴി മാറുന്നേയില്ല എന്ന് മാത്രമല്ല, ആ കുഴി പിന്നെ വന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കല്ലിടും, പിന്നെ കുറച്ച് കോൺക്രീറ്റ് പേരിനെടുക്കുന്നുണ്ട്. ഈ എല്ലാ കോൺക്രീറ്റ് 4 ദിവസം കൊണ്ട് കോൺക്രീറ്റ് എല്ലാം കൂടി പിന്നെ കൊല്ലത്തോട് കൊല്ലം ഈ റോഡിൻ്റെ അവസ്ഥ. ഈ ചില കുഴികൾ, ഒന്ന് ഈ കുഴിയുണ്ട്, ഒന്ന് അയോത്തുംചാലോട് ചേർന്നിട്ട് കുറച്ച് ഇപ്പുറത്തൊരു വേറൊരു കുഴി രൂപപ്പെടുന്നുണ്ട്. ഈ കുഴിയുടെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു കുഴി രൂപപ്പെടുന്നുണ്ട്. ഇത് ഒരു വളരെ വളരെ ബുദ്ധിമുട്ടാണ് വണ്ടിക്കാർക്ക്. 2 വീല് 3 വീല് പോലത്തെ വണ്ടിക്കാരൊക്കെ വന്നിട്ട് എടുത്തതിൽ വീട് പോയി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴിയുടെ വിസ്തൃതി ഇനിയും വർദ്ധിക്കും. റോഡിന്റെ പകുതിയോളം കുഴിയുള്ളതിനാൽ വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. നിരവധി സ്ഥലങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഇത്തരത്തിലുള്ള കുഴികൾ രൂപപ്പെടുന്നുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുൻപായെങ്കിലും അധികാരികൾ മുൻകൈയെടുത്ത് ഈ അപകടക്കുഴി നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.